നമുക്കിന്നൊരു ബീഫും കായയും അങ്കമാലി സ്റ്റൈലിൽ വെച്ചാലോ? അപാര ടേസ്റ്റാണിതിന്. ഇതിനാവശ്യമായിട്ട് 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, 2 ഏത്തക്കായ, അത് തൊലി കളഞ്ഞ്, മുഴുവനായി തൊലി കളയണ്ട, തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കറ കളയാനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളത്തിലിടാം. എന്നിട്ട് കഴുകി വാരി എടുക്കണം. പിന്നെ ഒരു വലിയ സവോള അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ കുറച്ച് കറിവേപ്പില. പിന്നെ കുക്കറിനകത്തേക്ക് ഏത്തക്കായ കഴുകിയത്, അരിഞ്ഞ് കഴുകിയത്, പിന്നെ നമ്മുടെ ബീഫ് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുകയാണ്. കാരണം എൻ്റെ ബീഫ് UK യിലേതായതുകൊണ്ട് അധികം വേവില്ല. രണ്ടിനും ഏകദേശം ഒരു 3 വിസിൽ മതിയാകും. ബീഫിന് വേവ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ബീഫ് ആദ്യം വേവിച്ചെടുക്കണേ. അതിനകത്ത് കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. മസാലയൊക്കെ നമ്മൾ കൈകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ബീഫിനകത്ത് നന്നായിട്ട് പുരണ്ട് വരണം. ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 3/4 ഗ്ലാസ്സിൽ താഴെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ അടുപ്പത്തേക്ക് വയ്ക്കുക. ഒരു 3 വിസിൽ അവിടെ ഇടുന്ന് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരപ്പ് ഉണ്ടാക്കാം. ഒരു അരമുറി താഴെ തേങ്ങ നന്നായിട്ട് നമ്മൾ വറുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ കേൾക്കാൻ തുടങ്ങി. ഒരു 3 വിസിൽ കേൾക്കട്ടെ. ചൂടാറിയ വറുത്ത തേങ്ങ മിക്സിയിൽ ജാറിനകത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് അതിന് ശേഷം നമുക്കൊരു പാനിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമുക്ക് സവോളയും കൂടി അരിഞ്ഞ് വെച്ച സവോളയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. സവോള ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് മൂടി വെച്ച് വഴറ്റാം. നമുക്ക് പിന്നെ കറുവാപ്പട്ട, പെരുംജീരകം, ബേ ലീവ്സും കൂടി വേണം. പിന്നെ നമ്മുടെ പൊടികൾ 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി കുറച്ച്. അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റട്ടെ. കുക്കറിൻ്റെ വിസിൽ തുറന്നപ്പോൾ ആവിയെല്ലാം പോയി കഴിഞ്ഞു. കുക്കർ തുറന്നപ്പം നമ്മുടെ ബീഫും കായയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കായമേ നമ്മളൊന്ന് പതുക്കെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേവ് അറിയാൻ പറ്റും. നന്നായിട്ട് ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. നമ്മുടെ സവോള എല്ലാം വഴന്നു. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കുക്കറിൽ നിന്ന് എല്ലാ കായയും ബീഫും കൂടി ഇതിനകത്തേക്ക് ഇടാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മളവിടെ അരച്ച് വെച്ച തേങ്ങ അരച്ചത് ചേർക്കാം, വറുത്തരച്ചത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം കൂടി അരച്ചതിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. എല്ലാം വെന്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി.
അങ്ങനെ നമ്മുടെ ബീഫും കായയും വെച്ചത് റെഡിയായി. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് കഴിച്ചവർക്കറിയാം നല്ല ടേസ്റ്റാണ്, കൊതിയോറും രുചിയാണ്. അതിൽ കിടക്കുന്ന ഓരോ കായ കഷ്ണങ്ങളും നമ്മൾ കടിച്ച് തിന്നാൻ എന്താ ടേസ്റ്റാന്ന് പറയാം. ആ ഗ്രേവിയൊക്കെ പാടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായി